ഹലോ. ആ മാർച്ച് മാസാന്നല്ല അറിയാ. രണ്ടാള് ജാമ്യ. ഞാൻ വന്നാ മതിന്നാ. എന്റെ വീട്ടിൽ തന്നെ എനിക്കാരും ജാമ്യം നിൽക്കൂല. ഒന്നാമത് പണിയുമില്ല, പൈസയും ഇല്ലാത്ത അവസ്ഥയാണ്. എന്ത് പണിയില്ല, അവസ്ഥ വളരെ മോശം. 29-ാം തീയതി. ആ ഞാൻ നോക്കാം കേട്ടോ. ഇതേത് പെങ്ങന്താ വിളിച്ച നീ? ആ എന്റെ മോനെ, ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് ഒരു ചൊറ തന്നെയല്ലേ. എന്റെ ഈ ലോഡ് എടുത്ത് കംപ്ലീറ്റ് എന്നേരം മനസ്സിലാവുന്ന എഴുതാ ലോഡ് എടുത്തിട്ട് എന്നോട് ജാമ്യത്തിന് നിൽക്കാൻ വേണ്ടിട്ട് എനക്കെല്ലാരും ജാമ്യം നിൽക്കല്. ഇനിയിപ്പോ ആടെ നിങ്ങൾ വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഈ പൈസ എന്നെടുത്തിട്ട് അങ്ങോട്ട് പോകണ്ട്. ഒന്നാമത് പണിയില്ലല്ലോ, എന്ത് പണിയില്ല. പണിയുടെ കാര്യം വളരെ മോശം. ഒരു പണിയുമില്ല, അതാണ് അവസ്ഥ. വളരെ മോശം. നീ എത്ര ഒന്നും മിണ്ടാത്തേ? നിനക്ക് ലോണൊന്നും ഇല്ലേ? എല്ലാവരും എന്നിപ്പോ ഭയങ്കര ടെൻഷനല്ലേ? അവിടെയാണ് മോനാണ്ട് തേപ്പിന് കുറച്ച് വെള്ളം ഒഴിക്കാൻ. ഏത് ഞാനാ? തേപ്പിന് വെള്ളം ഒഴിക്കാനാ? എടാ വെള്ളം വെച്ചിട്ടൊരു ശീലപ്പെട്ടായിരിക്കും. വെള്ളം കുടിച്ചിട്ടല്ലേ ശീലില്ല അല്ലേ? അല്ലെങ്കിൽ ദാമോരാന്റെ വീട്ടില് പെയിന്റ് അടിക്കാൻ വേണ്ടി വരുന്നത്. നാളെ കുടികൂടലായില്ല, തീർത്തു കൊടുക്കും. നമ്മള് താമരട്ട് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഞാൻ ഇതുവരെ പെയിന്റ് അടിക്കാൻ പോയിട്ടില്ല. നമുക്ക് അറിയുന്ന പണിയിലെടുക്കും. അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. ഏത്? നമ്മളെ ശങ്കരാന്റെ രണ്ടാം നിലയിലേക്ക്, വീട്ടിൽ രണ്ടാം നിലയിലേക്ക് ഇഷ്ടിക കയറ്റാൻ. ഓ, നമ്മളെ താഴത്തെ ഇഷ്ടിക 500 ഇഷ്ടിക. ഈടാ ഇഷ്ടിക ഞാൻ കയറ്റാനാ? ഈടാ ഇതല്ലേ ഞാൻ, നീ എങ്ങനെ എന്നോട് ചോദിച്ചത്? ഈടാ ഞാൻ എടുക്കുന്ന പണിയാത്, ഞാൻ ഇഷ്ടിക കയറ്റില്ല. എൻ്റെ പണി നമുക്ക് പശുവില്ലാത്ത ഓരോരോ പണി. ഇഷ്ടിക കയറ്റല്, വെള്ളം ഒഴിക്കല്, പെയിന്റ് അടിക്കല്, നമുക്ക് അറിയുന്ന പണിയിലൂടെ എടുക്കണ്ട്. നമുക്ക് പണി അറിയുന്ന പണിയിലെടുക്കില്ല. ഈ പൈസ ഇല്ലാന്ന് വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കലാത്ത ഇവന്റെ കാര്യം വിചാരിക്കുമ്പോ. हेलो, आप किधर है भैया? कितना टाइम है मैं इधर वेट करते हैं. इधर 2 ब्लडी मलयाली से वो अभी कुछ बाकी है, मेरे को माल भी नहीं है. क्या करेगा? मेरा काम है क्या? ഇതിനോട് ഈ പണ്ടായിട്ടുള്ള ഇത്രയും സമയം ഞാൻ വർത്താനം പറഞ്ഞു. उधर टाउन में. हाँ, वो ऐसा मिलेगा? वो आता है. ഈ ഹിന്ദിക്കാർ വന്നേ പിന്നെ നമുക്ക് പണിയിലാണ്.